വൈക്കോൽ ലോറി തീയും പുകയുമായി ഓടിയത് 20 കിലോമീറ്റർ. കോട്ടയത്തു നിന്ന് മാളയിലേക്ക് വൈക്കോലുമായി വന്നതായിരുന്നു ലോറി. മാള കൂഴൂർ കാക്കുളശ്ശേരിയിൽ വെച്ച് വൈദ്യുതി ലൈനിൽ തട്ടി ലോറിയിലെ വൈക്കോലിന് തീപിടിച്ചു. ലോറി നിർത്തിയാൽ തീ വാഹനത്തിലേക്ക് വേഗത്തിൽ ആളിപ്പടരാൻ സാധ്യതയുള്ളതിനാൽ അപകടം തിരിച്ചറിഞ്ഞ ഡ്രൈവർ സൗകര്യമുള്ള സ്ഥലം കണ്ടെത്തുവാനായി നിർത്താതെ ഓടിച്ചത് 20 കിലോമീറ്റർ. ഇതിനിടയിൽ തീ പിടിച്ച വൈക്കോൽ കെട്ടുകൾ വഴിനീളെ വീണത് പരിഭ്രാന്തി പരത്തി. അന്നമനട വഴി കൊരട്ടിയിലെത്തിയ ലോറി ദേശീയപാതയിലൂടെ തൃശൂർ ഭാഗത്തേക്ക് പാഞ്ഞു. വീണ്ടും ഈ വാഹനം തിരിച്ച് എറണാകുളം ഭാഗത്തേക്ക് പോകുമ്പോൾ തീ പിടിച്ച ലോറി വരുന്നുണ്ടെന്ന അറിയിപ്പ് ലഭിച്ചതനുസരിച്ച് കാത്തുനിന്ന അഗ്നിരക്ഷാസേന ചാലക്കുടി പുഴ പാലത്തിന് സമീപം തടഞ്ഞ് തീ അണയ്ക്കാൻ ശ്രമം ആരംഭിച്ചു. ലോറിയിലെ വൈക്കോൽ കെട്ടുകൾ പൂർണ്ണമായും ക്രെയിൻ ഉപയോഗിച്ച് റോഡിലേക്ക് തട്ടിയിട്ടാണ് തീ അണച്ചത്. ചാലക്കുടി, മാള, പുതുക്കാട്, ഇരിഞ്ഞാലക്കുട എന്നിവിടങ്ങളിലെ 4 യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അഗ്നിരക്ഷാ സേനയുടെയും ചാലക്കുടി കൊരട്ടി പോലീസിന്റെയും നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടലിൽ ഒഴിവായത് വലിയൊരു അപകടമാണ്. ഇതിനെ തുടർന്ന് തൃശൂർ എറണാകുളം ദേശീയപാതയിൽ മണിക്കൂറോളം കനത്ത ഗതാഗത കുരുക്ക് ഉണ്ടായി. പോലീസിന്റെ നിയന്ത്രണത്തിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. വൈക്കോൽ കയറ്റിയ ലോറി ഡ്രൈവറുടെ മനോധൈര്യമാണ് മാള കൂഴൂരിൽ നിന്നും ചാലക്കുടി പുഴ പാലം വരെയും തീയും പുകയുമായി ലോറി ഓടിച്ചെത്താനായതും വലിയ അപകടം ഒഴിവാക്കാനായതും. നിർത്തി കഴിഞ്ഞാൽ മൊത്തം കത്തി പോകുന്നു.